അങ്ങനെ ഓണാഘോഷം കാണാൻ പോയതാണ് കേട്ടോ. ഇന്നാണ് ലാസ്റ്റ് ദിവസം. ഘോഷയാത്രയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ പോവാണ്. എല്ലാ വർഷവും അങ്ങനെ പോവാറുണ്ട്. ഇന്ന് നേരത്തെ ആയിരുന്നു. അങ്ങനെ ചെന്നപ്പോൾ തന്നെ മിഴിക്കുട്ട ഒരു ലൈമും ബർഗറും എന്തോന്നാണ്, ബർഗറല്ല സാൻഡ്വിച്ചാണെന്ന് തോന്നുന്നു, കഴിച്ചായിരുന്നു. ഞങ്ങൾ ചായയാണ് കുടിച്ചേട്ടാ. ചായയൊക്കെ കുടിച്ചിറങ്ങിയപ്പോൾ ദേ നമ്മുടെ പിള്ളേരെ കണ്ട്. ഇവർ ഞങ്ങളുടെ കൂട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ ആട്ടാൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. നമ്മൾ മേക്കപ്പ് ചെയ്ത് കൂട്ടായവരാണ്. അങ്ങനെ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പേര നടക്കുന്നത് കണ്ട് അങ്ങനെ ഞങ്ങളും പിറകെ നടന്ന് കുറേ പേരെടുത്തൊത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. നേരത്തെ പോയോണ്ട് നേരത്തെ അവരൊക്കെ റെഡിയായി നിൽക്കണയൊക്കെ കാണാനൊക്കെ പറ്റി. ഇല്ലെങ്കിൽ നമ്മൾ സമയമാകുമ്പോഴാണ് ഓടി ചെല്ലുന്നത്. അങ്ങനെ ഓരോരോ പറ്റം കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ യൂണിഫോം പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ നല്ല തലയിലേ. അങ്ങനെ മിഴിക്കുട്ടനും ഇത് ഓരോന്നായിട്ട് നോക്കി നിന്ന് ഓരോരുത്തരുടെ അടുത്തായിട്ട് നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കേട്ടാ ഞങ്ങൾ. അത് കഴിഞ്ഞ് ഓരോ ഫ്ലോട്ടുകളിട്ടൊക്കെ ഇങ്ങനെ അലങ്കരിച്ചൊക്കെ ഇട്ടയ്ക്കുന്നതെല്ലാം കണ്ട് ഇങ്ങനെ നടക്കാം. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഞങ്ങൾ വരുന്നത്. കഴിഞ്ഞതിൻ്റെ അങ്ങേന് കുറച്ചൊക്കെ കണ്ടുവെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവരുടെ കൂടെയൊക്കെ കുറേ ദൂരം ഇങ്ങ് നടന്ന് കവടിയാർ വണ്ടി വെച്ചിട്ടാണ് ഇങ്ങ് നടക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവരെ കുറേ പേരിങ്ങനെ കാണാൻ പറ്റി. ഓരോരുത്തരും അവരുടേതായ കുറേ തിരക്കുകളൊന്നും അങ്ങനെ അടുത്ത് ഇതിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ മ്യൂസിയത്തല്ല കെൽട്രോണിൻ്റെ അവിടെ വരെ നടന്ന് അവിടെ ഒരിടത്ത് ചെന്ന് സീറ്റ് പിടിച്ച് നിന്നു. എന്നാലേ ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവരോടൊപ്പം തന്നെ ചാനലുകാരൻ്റെ ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. 4 സൈഡിലായിട്ട് ഓട്ടപ്പാച്ചിലാണ്. എന്ത് രസമല്ലേ ഇതൊക്കെ ചെയ്തേക്കുന്നത് കാണാൻ. എന്ത് ഇതിലാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോഴാണ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് 3 വിളക്കൊക്കെ വെച്ചിട്ട് പിള്ളേർ ഡാൻസ് കളിക്കണം. ഇവിടെ ഒരെണ്ണം വെച്ചിട്ട് പറ്റണില്ല, വിളക്ക് താഴെ വെച്ച് കളിക്കാൻ പറ്റണില്ല. അപ്പോഴാണ് 3 എണ്ണം തലയിൽ ചുമന്നുകൊണ്ട് നിന്നിട്ട് ഡാൻസ് കളിക്കുന്നത്. ഇപ്പോൾ ഉദ്ഘാടകൻ ഗവർണറായിരുന്നു, അവിടേക്ക് വന്നു. അതൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ ശേഷം പരിപാടി ആരംഭിച്ചു. അപ്പോഴേ മിഴി ഒരിടത്ത് സീറ്റ് പിടിച്ചപ്പോഴത്തേക്കും അവളടുത്ത് ഒരു അമ്മൂമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവളെല്ലാം കേട്ടിരുന്ന് ചിരിക്കുന്നു. പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരെന്നൊക്കെയാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചു അവിടെ അടിയായിരിക്കും നടക്കണേന്ന്. അങ്ങനെ ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഘോഷയാത്ര കാണാം. ഓരോ പരിപാടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെണ്ടമേളത്തിനനുസരിച്ച് ഒപ്പന കളിക്കുന്ന കുട്ടികളാണ് കേട്ടോ ഇത്. അവർക്ക് സ്വന്തമായിട്ട് പാട്ടില്ലാന്നോ. പാവം ഫ്രണ്ടിലത്തെ ചെണ്ടമേളം അനുസരിച്ച് അവർ കളിക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇന്നലെ കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. എന്ത് കളിയായിരിക്കും? ഇത് മുറം പാറ്റി കളിക്കണ. ഇതിനൊക്കെ ഓരോ പേരുകൾ കാണും. സത്യത്തിൽ ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കണ്ടോണ്ട് നിന്നു. മാവേലി 1ഉം 2ഉം അല്ലായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അതിൽ ആരോടൊക്കെ സെൽഫി എടുത്തായിരുന്നു. ഈ ചേച്ചി നല്ല ഡാൻസ് കളിക്കാം. ചേച്ചിയുടെ ഡാൻസ് ഉണ്ടോ? അടിപൊളി ഡാൻസ്. പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു സംഭവമാണ്. അടിപൊളിയായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ പ്രകടനം നമ്മൾ ഈ വർണ്ണ കാണുമ്പോൾ നമ്മൾ ശരിക്കും വേറെ എന്താണ് പ്ലാസ്റ്റിക് കൂമ്പാരോ. കോഴിയമ്മയും കൂട്ടുകാരും എൻ്റെ പിറകെയും മൊയിൽ കുട്ടികളുണ്ടായിരുന്നു. മയിലമ്മമാർ, മൊയിലും മയിലും.
രസമുണ്ട് കാണാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്. നമ്മളെ കൊണ്ട് പറ്റില്ല, അതാണ് സത്യം. അങ്ങനെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ചോളമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ചോളമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് പോയി. ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് കനകക്കുന്നിൽ അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് പൊരി വാങ്ങി കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് അത് ഉള്ളിലോട്ട് കയറി. ഭയങ്കര തിരക്കായിരുന്നു. വിനീത് ശ്രീനിവാസൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ തിരക്ക് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ലൈറ്റൊക്കെ ഉന്തിയും തള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷമാണ് ഏതൊക്കെ വഴി പുറത്തിറങ്ങി വീണ്ടും എന്തോ വറ്റൂലിൽ അവളെ ഉണ്ടാക്കിയ സാധനം കണ്ടെല്ലാം പറഞ്ഞ് കയറി. പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അതൊക്കെ ക്ലോസ് ആയിരുന്നു കേട്ടോ. അതിനകത്തൊന്നും കയറാനൊന്നും പറ്റിയില്ല. പിന്നെ ഇപ്പുറത്തെ മ്യൂസിയത്തിൽ വന്ന് ഐസ്ക്രീമൊക്കെ കുടിച്ച് നേരെ വീട്ടിൽ പോയി.